ഹലോ. ആ ഹലോ. ആ, ഇത് വീട് വാടക കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നയാണേ. വീട് വാടക കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നയാ? അറിഞ്ഞിട്ട് വിളിച്ചതാണ്. ഓ അങ്ങനെ, ഞാൻ വലിയ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നയാന്ന്. അല്ല. ആ ആ, ആ ഇത് ആരാന്ന് വിളിക്കുന്നത്? ഞാൻ ഗായത്രി. ആ അത് ശരി. ഇതാരാ തന്ന നമ്പർ? ഇത് അപ്പുറത്തെ വീട്ടിലെ കുമാരേട്ടൻ തന്നെ എനിക്ക്. പുറത്ത് വീട്ടില് ഞാൻ ആരടുത്തല്ലോ കൊടുത്തിട്ടുണ്ട്. വീട് വാടക കൊടുക്കുന്നുണ്ട്. ആ, അതിന് എത്ര നിങ്ങൾ വാടക വാങ്ങുന്നേ? വാടക എന്ന് പറഞ്ഞാല് ഇത് രണ്ടാമത്തെ നിലയാന്ന് കൊടുക്കുന്നത്. കേറാനും ഇറങ്ങാനും പറ്റുന്ന ആളിനല്ലേ? ഓ അതെ. മേലത്തെ നിലയാന്ന്. ആ, വാടക ഇവിടെല്ലാം ചുറ്റുവട്ടത്തെല്ലാം ആള് 15 റുപ്യെല്ലാം മേടിക്കുന്നുണ്ട്. ഞാൻ അത്രയൊന്നും മേടിക്കുന്നില്ല. ഒരു 10 റുപ്യെങ്കിലും വേണം. പിന്നെ ഒരു 25 റുപ്യ അഡ്വാൻസും ആവും. അതെയോ? 15 അധികല്ലേ? അത് 15 വേണ്ട, ഞാൻ 10 പറഞ്ഞേ. 15 മേടിക്കുന്നുണ്ട് ആള്. ആ, പിന്നെ ഇത് എവിടുന്നാന്ന് വരണ്ടേ? ഞാനിങ്ങ് കുറച്ചടുത്ത് തന്നെയാണ്. അതെയാ? ഇപ്പൊ എങ്ങനെയാ താമസിക്കുന്നത്? അത് ഒരു വാടക തന്നെയാണ്. അത് അപ്പൊ അവര് സമയമായോണ്ട് അവിടുന്ന് പോകാൻ പറഞ്ഞു. അതെന്താ വാടക അവിടെ ആരോ കൊടുക്കാനുണ്ടോ? പിന്നെ വരുന്നുണ്ട് റിലേറ്റീവായിട്ട്. അല്ലാണ്ട് നിങ്ങളെ വാടക കൊടുക്കാൻ മുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ? അയ്യോ അതൊന്നുമല്ല, എനക്ക് ജോലിയെല്ലാം ഉണ്ട്. ജോലി ഉണ്ടെന്ന് വാടക കൃത്യമായിട്ട് കൊടുക്കണമെന്നില്ലല്ലോ. ഉം. ഈടാ എന്ന് വെച്ചാല് ഈടെ ഒരു ടീം ഉണ്ടേനും വൈകുന്നേരം ദിവസം അടിയാ. ഞാൻ തന്നെ അത്രയും പിടിച്ച് പുറത്താക്കിയതാ. 2 മാസം വാടകയും തരാണ്ട് വോട്ട് എന്ന് വിചാരിച്ച്. ആ, ആ. പിന്നെ കൊടുക്ക ഇത് ആളുകൾ നോക്കിയിട്ടാണ് കൊടുക്കുക. എങ്ങനെ നിങ്ങള് ഫാമിലി ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ എങ്ങനെയാന്ന്? അല്ല, ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതെന്താ കല്യാണം കഴിച്ചിട്ടില്ലേ? അല്ല, കല്യാണം എല്ലാം കഴിഞ്ഞിനി. ആ അയാള് പോയതാ. അതെന്താ പോയി കളഞ്ഞേ? അയാള് കുറച്ച് കുടിക്കുകയെല്ലാം ചെയ്യും, പിന്നെ അങ്ങനെ ഡിവോഴ്സ് ആയി പോയതാ. കുടിക്കാതെ ആരാ ഇപ്പൊ ഒന്ന് നാട്ടിലുണ്ടാവുക? ആ ഉം. അതുകൊണ്ടാണോ പോയേ? അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഇതാക്കിയതാ. അപ്പൊ നിങ്ങൾ അമ്മയും മോളും മാത്രമേ ഉള്ളൂ? ആ, അപ്പോ വീട് നിങ്ങൾ വന്നിട്ട് നോക്ക്. വീടെല്ലാം നീറ്റാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഡ്വാൻസ് തരുക. പിന്നെ വാടക ഒരു കാരണവശാലും മുടക്കാൻ ഞാൻ വിടൂല. ഇല്ല അത് മുടങ്ങുമൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് തരും. ഞാൻ ഇപ്പൊ അതുകൊണ്ടല്ലാന്ന് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. അതായത് ഞാൻ വില്ലേജ് ഓഫീസിൽ ക്ലർക്കേനു. ആ, ഇപ്പൊ റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെ കിട്ടുന്ന ഇത് പെൻഷനും പിന്നെ ഇതിന്റെ വാടകയെല്ലാം ഇപ്പം തന്നെ 3-4 മാസം മുടങ്ങിയ ആളില്ലായിട്ട്. അപ്പോ ആ രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് വീട് നീറ്റായിട്ട് വെക്കണം. ഓ അതെല്ലാം ഞാൻ നീറ്റായിട്ട് ചെയ്യും. ഞാൻ ഇടക്ക് കയറി നോക്കുകയും ചെയ്യും. അതിന് പിന്നെ ഇത് ഇഷ്ടപ്പെടാണ്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. എനിക്ക് എന്റെ വീട് നോക്കിയല്ലേ പറ്റുള്ളൂ. അത് ചേട്ടൻ നോക്കോ. അപ്പോ എപ്പാന്ന് എന്നാ വന്ന് നോക്കുന്നത്? ഞാൻ നാളെ തന്നെ വന്നാലോന്ന് വിചാരിക്കുന്നു. നാളെ തന്നെ വരുന്നുണ്ടെങ്കിൽ അധികം രാവിലെ വരണ്ട, ഒരു ഉച്ചയാകുമ്പം പോരി. അതെയോ? എന്താ പണിക്ക് വേണ്ടി വരുവോ? അല്ല, ചേട്ടൻ വീട്ടിലുണ്ടാവൂലേ? വീട്ടിൽ ഞാനേ ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞ ഉച്ചയാകുമ്പോ. ഇവിടെ ഞാനും വൈഫേ ഉള്ളൂ. പിള്ളേരൊന്നുമില്ല, പിള്ളേരെല്ലാം പുറത്താ. അപ്പോ ഓള് ടീച്ചറാ. പോത്തുപോലെ രാത്രി വന്ന് കിടന്നുറങ്ങും, രാവിലെ എണീറ്റ് പോകും. അതുകൊണ്ട് ഉണ്ടായാല് പിന്നെ 108 ചോദ്യങ്ങളായിരിക്കും. വന്നയാളെ പ്രായം നോക്കണം, പ്രായം അറിയണം. പിന്നെ നിങ്ങൾ അമ്മയും മോളും പിന്നെ ചിലപ്പോ തരുകയില്ല. മനസ്സിലായ കാര്യങ്ങള്? എന്നെ ഭയങ്കര സംശയ. എന്നാ പിന്നെന്തായി? ഓളെ കൊണ്ടൊന്നും നടക്കുവോ? അതുമില്ല. രാത്രി വന്നിട്ട് ഭയങ്കര ക്ഷീണമാതിരി കുറച്ചും കൂടി കിടന്നുറങ്ങും. നമ്മൾ ഈ പച്ച മനുഷ്യങ്ങനെ ഒപ്പരം കിടക്കുന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് സ്കൂളിൽ നിന്നിട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉച്ചയാകുമ്പം വന്നാല് വീട് വഴിയേക്ക് കാണുകയും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരുന്ന് വീട് ഇഷ്ടപ്പെടുന്നെങ്കിൽ അഡ്വാൻസ് തരുക, പോവാ. നാളെ തന്നെ വരുമ്പോ അഡ്വാൻസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്താ? അല്ല, പെട്ടെന്ന് ഞാൻ വീട് കാണാനല്ലേ വരുന്നത്. പിന്നെ അതുകൊണ്ടാ പറയാ, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാല് ഞാൻ ഒരു 2-3 ദിവസം നോക്കും.
അത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല പിന്നെ ഞാൻ ആയിരിക്കും കൊടുക്കുകയില്ല. ഇല്ല, ഞാൻ വരും എനിക്ക് അത്യാവശ്യമാണ് വീട്. ആ പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ഇതുപോലെ ഇത് ഇവിടെ ആളും ബഹളമൊന്നും ഉണ്ടാവാറ് പിന്നെ. ഇല്ല, ഞാനും മോളെ ഇല്ലു. പിന്നെ ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ട് വരുവാ. ആദ്യം പറയും ഞാനും മോളെ ഉള്ളൂ എന്ന്. പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ ജാഥ വരുമ്പോൾ ഓരോരുത്തർ വന്നോണ്ടിരിക്കുവോ. ഇല്ല, ആരുമില്ല വരാന്. വേറെ മോശം പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ. വീടാന്ന് എനക്കും കൂടി താമസിക്കണ്ടേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയും മോളെന്ന് പറയുമ്പോ അമ്മക്ക് എത്ര വയസ്സുണ്ട്? ഒരു 35. 35 വയസ്സേ ഉള്ളൂ. പിന്നെന്താടോ ഇത്ര നേരത്തെ കെട്ടിയതെല്ലാം ഒഴിവായി കളഞ്ഞ്? അല്ല, കെട്ടിയോന് പിന്നെ അത്ര പോരാ, അതുകൊണ്ടാ. പിന്നെ നീ എങ്ങനെ ഇതെല്ലാം പിടിച്ച് നിക്കുവാ? ഞാന് അല്ല അതിപ്പോ ഞാൻ എന്തൊന്ന് ന്യായം? അല്ല എന്നാ പറയട്ടെ. 35 വയസ്സെന്ന് പറയുമ്പോ നല്ല ചോര എടുക്കുന്ന പ്രായമല്ലേ. അതല്ലാണ്ട് ഇങ്ങനെ മോളെയും കൊണ്ട് ഇങ്ങനെ എങ്ങനെയാ പിടിച്ച് ജീവിച്ചു പോവോ? സമയത്തല്ലേ ഒന്നുമില്ല. ഈ സമയത്തല്ലേ ആരെങ്കിലും ഒപ്പരെല്ലാം വേണ്ടേ? നീ എന്തെന്നാന്നത് ഇങ്ങനെ ഒറ്റക്ക് വീടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോയാ മതി അന്നേരം. അതല്ല, വീട് പിന്നെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യല്ലേ. അല്ല, അയാള് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നിന്റെ ആശയും മൂതിയെല്ലാം തീരണ്ടേ? അതിന് പറഞ്ഞ ഇപ്പൊന്നാ ചെയ്യാ ഞാന്? ഒന്നും ചെയ്യലില്ലേ? ഇല്ല. അതെന്താ അങ്ങനെ? ആശയും മൂതിയെല്ലാം തീർന്നിട്ട് വേണ്ടേ നമ്മള് ഭൂമിയിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകാൻ? അതിനല്ലേ ഇങ്ങോട്ട് വരുന്ന ആശയും മൂതിയും തീർക്കേ. നീ പിന്നെ കെട്ടിയുള്ള നേരത്തെ ഒഴിവാക്കി വിടുവാണ്ട്. അല്ല, കെട്ടിയവനെ ഒഴിവാക്കിയത് പിന്നെ പറഞ്ഞില്ലേ ഞാൻ. അവനെ കൊണ്ടൊന്നും നടക്കില്ലേ? എന്തായിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? അവനതൊന്നും അറിയൂലേ? അറിയാനിട്ടൊന്നുമല്ല. പിന്നെ എന്നോട് താല്പര്യമില്ല. അങ്ങനെയല്ല, ഇതിങ്ങനെ കുടിച്ച് എപ്പോ കുടിക്കൂ അതന്നെ. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് കിടക്കൂ. നിന്റെ ഒപ്പം കിടക്കൂല? കിടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല അങ്ങ് കൂട്ടം പിടിച്ചങ്ങ് ഉറങ്ങും. അത്രയേ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ നീയല്ലേ കാര്യം ഉണ്ടാക്കണ്ടേ? തീർന്നിട്ട് നല്ല ബോധം കിട്ട ഉറങ്ങുന്ന ആളെ എങ്ങനെ ഞാൻ ഉണ്ടാക്കാനാണ്? അത് ശരിയാ. നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ എന്റെ പേരും കൊണ്ടൊരു ശവം കിടന്നുറങ്ങുന്നു. ഒരു കാര്യമില്ല. അങ്ങോട്ട് എന്തെങ്കിലും നോക്കാന്ന് വെച്ചാല് തിരിഞ്ഞു മറിഞ്ഞിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ മുരിമയിലാണ് എണീറ്റ് പോവുകയും ചെയ്യും. അതുപോലെ ആയിരിക്കും ചിലപ്പോ. ആണായാലും പെണ്ണായാലും കണക്കന്നെയാണ്. ഒന്നിക്കല് എന്തെങ്കിലും ഒരു കളീനെ പറ്റി എന്തെങ്കിലും ഒരു ചിന്ത വേണ്ടേ? അല്ല, അത് പോട്ട്. അത് കുറച്ച് വയസ്സായി നമുക്ക്. നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. 35 വയസ്സ് എന്നെല്ലാം പറഞ്ഞ എന്നാ പറയാ? എന്തായാലും നീ വീട് ഇഷ്ടപ്പെടും നമുക്ക് വന്നിട്ട്. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞാലും ഇരിക്കാമല്ലോ അന്നേരം സമയം കിട്ടുമ്പോ. പണിക്ക് പോകുമ്പോ വേഗം വരുത്തണ്ടല്ല, നേരം പോവാ. നേരത്തെ പോവുകയും ചെയ്യും. എങ്ങനെയാ? ഇല്ല, ഞാന് രാവിലെ പോയി പിന്നെ നേരത്തെ വരും. നേരത്തെ വരുവാ? എന്നാ പിന്നെ ഇത് ഇവിടുന്ന് പോയാല് കുറച്ച് ദൂരെയാ. 6, 6:30, 7 മണിയല്ലോ ആവത്തെ. അതുവരെ നമുക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞാലും ഇരിക്കാലോ. എനക്കൊരു കൂട്ടായല്ലോ എന്നാലും സംസാരിക്കേ. അല്ലേ? ഇതിനൊരു ഉറപ്പില്ലാതെ വാടകയിലും ഞാൻ കുറച്ച് കുറക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നീ അല്ല, കുറച്ചാ നല്ലത്. നല്ലതാണെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് കുറച്ച് തരും. പിന്നെ ഇതൊന്നും അവളോട് പറയണ്ടേ. അവളുമായിട്ട് പരിചയപ്പെട്ടാല് അങ്ങനത്തെ ഒരു കാര്യം അവളോട് ചോദിക്കൊണ്ട് പറയാൻ വേണ്ട കേട്ടോ. അതൊരു വല്ലാതെ സാധനമാണ്. ഇവിടെ വന്നാക്കാം. പിന്നെ രണ്ടാമത്തേത് നീ ഇവിടുന്ന് കെട്ടും കെട്ടി പോണ്ടിയും വരും. പിന്നെ ഞാൻ പിടിച്ചാലൊന്നും നിൽക്കൂല. എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഞാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലേ അനക്കൊന്നല്ല നേരം കൂടൂല എന്നിട്ട് കിട്ടുമ്പോ എല്ലാം. അല്ല, ഞാനും പിന്നെ അങ്ങനെ തന്നെയല്ലേ. മോള് സ്കൂൾ പോയി എല്ലാം വരുമ്പോഴൊക്കെ അതിന് വീടൊന്ന് നോക്ക്. ഞാനെന്നാല് പിന്നെ ഉച്ചക്ക് വരാം അല്ലേ?